Hello dears, welcome back to Xylem Learning. It's me Rima Misana. മക്കളെ നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് കൾച്ചറൽ ചേഞ്ചസ്, സാംസ്കാരിക മാറ്റങ്ങൾ. അതായത് ഒന്നുമില്ല, നമുക്ക് എന്ത് പഠിക്കാം? എവറി സൊസൈറ്റി ഹാസ് കൾച്ചർ. ഓരോ സമൂഹത്തിനും ഓരോ സംസ്കാരം ഉണ്ട്. സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമുക്ക് കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാവുക. അതിലൊന്നാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ അഥവാ സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിന്റെ അല്ലാത്ത നമ്മുടെ നാൻ, ചിക്കൻ കറി നമ്മുടെതാണ്. അൽഫാം, മന്തി, സൂപ്പ്, പനീർ ബട്ടർ മസാല, ചിക്കൻ തന്തൂരി, ഇതൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ല. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റ് വർക്കേഴ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. സോ അവരുടെ ഫുഡും കൂടി നമ്മളോട് കൂടി കലർന്നു അല്ലെ, നമ്മുടെ കൂടി ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. അതാണ് ചുരുക്കി പറഞ്ഞാൽ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകള് മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് നമ്മൾ സാംസ്കാരിക വ്യാപനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് കൾച്ചറൽ ഡിഫ്യൂഷൻ റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് യുണീക്ക് ആസ്പെക്ട്സ് അല്ലെ. അതായത് യുണീക്ക് ആസ്പെക്ട്സ്, അതായത് പ്രത്യേക തനത് സവിശേഷതകൾ നമ്മുടെ ഒരു കൾച്ചറിന്റെ കൂടെ കൂടിച്ചേരുക അല്ലെ. ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിന്റെ കൂടെ കൂടിച്ചേരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ കേരളത്തിലെ ഫുഡ് ഐറ്റംസ് എന്താ അറിയില്ലേ? അപ്പൊ നമ്മുടെ കൂടെ വേറൊരു സംസ്കാരത്തിന്റെ മെയിൻ ആയിട്ടുള്ള തനത് യുണീക്ക് ആയിട്ടുള്ള ആസ്പെക്ട്സ് കലരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഗസ്റ്റ് വർക്കേഴ്സ് അല്ലെ. കേരളത്തിലേക്ക് ഒരുപാട് ഗസ്റ്റ് വർക്കേഴ്സ് വരുന്നുണ്ട്, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതോടൊപ്പം എന്തുണ്ടെന്ന് പറയുന്നത്? ദെയർ ഫുഡ് ഐറ്റംസ് ഓൾസോ ബിക്കം വൈഡ്ലി അവൈലബിൾ. അപ്പൊ അവരുടെ ഫുഡ് ഐറ്റംസ് നമ്മുടെ കേരളത്തില് അവൈലബിൾ ആയിട്ട് തുടങ്ങി. അതുപോലെ നമ്മുടെ പാനിപൂരി, പനീർ ടിക്ക, ദാൽ മഖാനി ഒക്കെ അവരുടെ ഫുഡ് ഐറ്റംസ്. അതൊക്കെ നമ്മുടെ കേരളത്തിൽ സുലഭമാണ് അല്ലെ. സോ അവര് വന്നപ്പോ നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ് അവരുടെ വേറെ സംസ്കാരമാണ് അല്ലെ. അവരവരുടെ തനത് സവിശേഷതകളായിട്ടുള്ള ഫുഡ് നമ്മുടെ കേരളത്തിലേക്ക് വന്നു അല്ലെ. സോ അത് കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്. നമ്മുടെ സംസ്കാരത്തോട് മറ്റൊരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകൾ അല്ലെ കലരുമ്പോഴാണ് അവിടെ കൾച്ചറൽ ഡിഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് അവിടെ ക്ലോത്തിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മളോട് കൂടി കേരളത്തിലേക്ക് കലരാൻ തുടങ്ങിയില്ലേ. അപ്പൊ അതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോ അവരുടെ ഭക്ഷണ വിഭവങ്ങളും ഇവിടെ സുലഭമായിട്ട് ലഭിക്കാൻ തുടങ്ങിയില്ലേ. അതായത് നമ്മുടെ പാനിപൂരി, മസാൽപൂരി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയില്ലേ. അപ്പൊ വസ്ത്രം, ഭാഷ, ആഘോഷം, ഇതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് അല്ലെ. അതായത് ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം ഉണ്ടാവുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ occurs when different cultures interact in a friendly manner അല്ലെ. ഒരു ഫ്രണ്ട്ലി മാനറിൽ നമ്മൾ ഇടപഴകുക അല്ലെ. അതായത് നമ്മൾ ഇഷ്ടത്തോടെ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിലേക്ക് കൂടി കലരുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഫ്രണ്ട്ലി മാനറിൽ അത് കലരുമ്പോഴാണ് അവിടെ കൾച്ചറൽ ഡിഫ്യൂഷൻ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ഒന്നും ഓർക്കണ്ട, നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിലേക്ക് മറ്റൊരു സംസ്കാരത്തിന്റെ തനത് സവിശേഷങ്ങളായിട്ടുള്ള ഫുഡ്, വസ്ത്രം, ഭാഷ, ഇതൊക്കെ കലരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ. നമ്മുടെ കേരളത്തിലേക്ക് ഗസ്റ്റ് വർക്കേഴ്സ് ഒക്കെ വന്ന സമയത്ത് അവരുടെ ഫുഡ് ഐറ്റംസ്, അവരുടെ വസ്ത്രധാരണ രീതി, അതൊക്കെ നമ്മുടെ ലൈഫായിട്ട് മാറി അല്ലെ. നമ്മുടെ ലൈഫിനോട് കൂടി ചേരുകയുണ്ടായി. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ മാറ്റം അതാണ്. ദെൻ അടുത്തത് അക്കൾച്ചറേഷൻ അഥവാ അന്യസംസ്കാരം ആർജിക്കൽ എന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മളൊരു കുട്ടിയിലെ റിതിനെ കുറിച്ച് പഠിച്ചില്ലേ. റിതി നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഒരു സ്കൂളിൽ പഠിക്കുകയാണ് അല്ലെ. പക്ഷെ അവൾ ഗസ്റ്റ് വർക്കർ ആയിട്ടുള്ള പാരന്റ്സിന്റെ മകളാണ് അല്ലെ. ശരിക്കും അവളുടെ സ്ഥലം എവിടെയായിരുന്നു? യെസ്, അവള് അങ്ങ് രാജസ്ഥാനിലായിരുന്നു അല്ലെ. അവൾ അവിടെ തീജ് ആഘോഷിക്കാൻ പോയില്ലായിരുന്നു. അവളുടെ നാട്ടിലെ ഉത്സവമായ തീജ് ആഘോഷിക്കാൻ പോയില്ലേ. അപ്പൊ അത് മാത്രല്ല, അവൾ എന്ത് ചെയ്തു? തീജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിന്റെ ഓണം ആഘോഷിക്കാനും അവൾ എത്തിയിട്ടുണ്ട്. അതായത് അവളുടെ സ്വന്തം കൾച്ചറിന്റെ കൂടെ, അവളുടെ സ്വന്തം സംസ്കാരത്തിന്റെ കൂടെ നമ്മുടെ സംസ്കാരം അവൾ പഠിച്ചെടുത്തു അല്ലേ. അതാണ് അക്കൾച്ചറേഷൻ അഥവാ അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്.
ഋതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷത്തിന് ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചിട്ടില്ലേ? സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം, അതായത് നമ്മുടെ സ്വന്തം ഋതി അവളുടെ എന്താണ് സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി എന്താണ് പഠിച്ചെടുക്കുക അല്ലെ. ഋതി അവളുടെ രാജസ്ഥാൻ കൾച്ചർ പഠിച്ചെടുക്കുന്നതോടൊപ്പം അവള് മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ എന്താണ് സംസ്കാരം കൂടി പഠിച്ചെടുക്കുക ചെയ്തത് അല്ലെ. അതാണ് അക്കൾച്ചറേഷൻ അഥവാ അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഋതി സെലിബ്രേറ്റഡ് ഓണം വിത്ത് us after celebrating Tej in her village along with learning her own culture. അല്ലെ, അവളുടെ ഓൺ കൾച്ചർ സ്വന്തം കൾച്ചർ പഠിച്ചെടുക്കുന്നതോടൊപ്പം ഋതി ഈസ് ഓൾസോ ലേണിംഗ് അബൌട്ട് ദ കൾച്ചർ ഓഫ് അനദർ പ്ലേസ്. ഋതി എന്താണ് അതേസമയം വേറൊരു കൾച്ചർ കൂടി പഠിച്ചെടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ അഥവാ അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? കൾച്ചറൽ അസിമിലേഷൻ. കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത് നോക്കിക്കോ, കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക്, എക്സാമ്പിൾ ആണ്, ഓസ്ട്രേലിയയിലേക്ക് 5 വർഷം മുമ്പ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും. അപ്പൊ വിനുവും കുടുംബവും പണ്ട് കേരളത്തിലായിരുന്നു. അവരെന്താണ് 5 വർഷം മുമ്പ് എന്താണ് ഓസ്ട്രേലിയയിലേക്ക് എന്താണ് വന്നു, സെറ്റിൽഡ് ആവാൻ വേണ്ടി വന്നു. അവിടെ സ്ഥിര താമസമായി 4 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് ഓസ്ട്രേലിയയിൽ പൗരത്വം ലഭിച്ചു അല്ലെ, സിറ്റിസൺഷിപ്പ് ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ, ഫുഡ്, ഭാഷ, സാമൂഹിക രീതികൾ ഇവയൊക്കെ പൊരുത്തപ്പെടാൻ, അഡാപ്റ്റ് ആവാൻ എന്താണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? ക്രമേണ അവർ ഓസ്ട്രേലിയൻ സംസ്കാര രീതികളുമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്തു. കാരണം അവിടെ നിർബന്ധിതരാവുകയാണ് അല്ലെ. അതായത് ഓസ്ട്രേലിയയിലാണ് ഇനി അവർ താമസിക്കേണ്ടത്. സോ എന്താണ് ഓസ്ട്രേലിയൻ കൾച്ചറായിട്ട് അവരെന്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പൊരുത്തപ്പെടേണ്ടി വന്നു, നിർബന്ധിതമായി പൊരുത്തപ്പെടേണ്ടി വന്നു. അതാണ് എന്താ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി എന്താണ് അവിടുത്തെ ഭാഷ, ഭക്ഷണ രീതികൾ എന്താണ് വിനുവിന്റെ ഫാമിലിക്ക് എന്താണ് പഠിച്ചെടുക്കേണ്ടി വന്നു. വേറെ വഴിയില്ല അല്ലെ, അവിടെ പഠിച്ചെടുക്കേണ്ടി വന്നു. To live in Australia, Vinu had to learn the local language, food habits and other cultural practices. അല്ലെ, അങ്ങനെ കേരളീയനായ വിനു എന്താണ് ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി. In this way, Vinu, who is Keralite, was forced to change the culture of Australia. അതാണ് കൾച്ചറൽ അസിമിലേഷൻ അല്ലെ. നമ്മൾ നിർബന്ധിതമായിട്ട് പഠിക്കുകയാണ് അല്ലെ. മറ്റൊരു കൾച്ചർ നമ്മൾ എന്താണ് പഠിച്ചെടുക്കുകയല്ല, നമ്മൾ അതിൽ അഡാപ്റ്റ് ആവേണ്ടി വരികയാണ്. അതാണ് കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് മക്കള് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 എണ്ണമായാലും കേട്ടോ. ഋതിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഋതി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അവൾ എന്താണ് മറ്റൊരു സ്വന്തം കൾച്ചറിനോടൊപ്പം മറ്റൊരു കൾച്ചർ പഠിക്കുകയാണ് ചെയ്തത്. അതെന്താണ് അന്യ സംസ്കാരം ആർജിക്കൽ, അക്കൾച്ചറേഷൻ. പക്ഷേ സാംസ്കാരിക അസിമിലേഷൻ, അതായത് സാംസ്കാരിക സംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൾച്ചർ കംപ്ലീറ്റ് ഒഴിവാക്കിയില്ലേ. കേരളീയനായ വിനു അവന്റെ കൾച്ചർ കംപ്ലീറ്റ് ഒഴിവാക്കി പുതിയൊരു കൾച്ചർ അല്ലെ, ഓസ്ട്രേലിയയിലെ പുതിയൊരു കൾച്ചർ എന്നാണ് അവിടെ നിർബന്ധിതനായിട്ട് പഠിക്കേണ്ടി വരികയാണ് ചെയ്തത്. അതാണ് എന്താ അക്കൾച്ചറേഷനും കൾച്ചറൽ അസിമിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 രീതിയിലാണ് എന്താ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. 3 ways ആണെന്ന് മിസ് പറഞ്ഞില്ലേനോ. അപ്പൊ ഇത് എന്തായാലും എൻ്റെ മക്കള് പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ അസിമിലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. ഓക്കെ, ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.